നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വണ്ടി വഴിയിലൊന്ന് വെച്ച് നിന്നു. ചുരുങ്ങിയത് ഒരു 5-10 തവണ ഞാൻ വഴിയിൽ കിടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഓല എന്ന വണ്ടി ആരും വാങ്ങരുത്. അതിൻ്റെ ബെൽറ്റ് ഓല മടലോണ്ടാണോ ഉണ്ടാക്കിയത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ബെൽറ്റ് പൊട്ടുക ഞാൻ വഴി കിടക്കുക. ഇതാണ് അവസ്ഥ. ഇന്നലെ നല്ല മഴയത്താണ് നിന്നിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ബെൽറ്റ് പൊട്ടിയിട്ട്. വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ബുള്ളറ്റിലായിരുന്നു ഞാൻ ആദ്യ സഞ്ചാരം. പക്ഷേ അതിൻ്റെ ഒരുപാട് ചിലവുകൾ കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വല കിട്ടിയത്. ഇതിൻ്റെ പേര് ഓല എന്നല്ല, വല എന്നാണ്. അല്ലാണ്ട് ഞാൻ എന്താ പറയുക. ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് വണ്ടി എടുത്തിട്ട് ഏകദേശം 2 ലക്ഷം രൂപയോളം വണ്ടിക്ക് വില വരുന്നുണ്ട്. എടുത്ത് അടവടക്കം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അതിൻ്റെ ബോർഡ് പോയി കിട്ടി. ഒരാഴ്ച വണ്ടി കയറിയിരുന്നു. ഇവന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ എടുക്കൂല. അന്ന് വണ്ടി വാങ്ങുമ്പോൾ എന്ത് സ്വീകരണമായിരുന്നു അറിയും ഷോറൂമിൽ. അതിനുശേഷം പിന്നെ ആട്ടും തുപ്പുക. ഇതാണ് അവസ്ഥ. എൻ്റെ വണ്ടി ഇപ്പോൾ വീണ്ടും വഴിയിലാണ്. ഇനി നാളെ ഒരു പെട്ടി വണ്ടി വിളിച്ച് വീണ്ടും മിക്കവാറും ഞാൻ അതിൻ്റെ പുറത്തോട്ട് റീത്ത് വയ്ക്കും. എന്നിട്ട് വേറെ ഒരു പെട്രോൾ വണ്ടി അല്ലെങ്കിൽ എൻ്റെ ബുള്ളറ്റ് ഇപ്പോൾ നാശമായിട്ടിരിക്കുകയാണ്, അത് തിരിച്ച് എടുക്കാനുള്ള പേരാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റുകളുടെ ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു മാർക്കറ്റിൽ ഒരു ചെറിയ ജോലി ഉണ്ട് എനിക്ക്. പുലർച്ചെ എണീറ്റ് പോകണം. നമ്മൾ പുലർച്ചെ എണീറ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വണ്ടി ഓണാക്കുമ്പോഴാണ് ഓണാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നെറ്റിൽ കണ്ടതാണ്, അല്ലാണ്ട് കമ്പനിക്കാർ പറഞ്ഞതൊന്നുമല്ല. ഇതിൻ്റെ ഈ സൈഡിൻ്റെ അടിഭാഗത്തുള്ള ഈ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഡിക്കി അല്ലാണ്ട് തുറക്കാൻ പറ്റില്ല. പാസ്വേഡ് ചെയ്ത കാരണമുണ്ട്. പാസ്വേഡ് അടിച്ചു കൊടുക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ഡിക്കി തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ നട്ട് അങ്ങോട്ട് ഊരുക, എന്നിട്ട് പതുക്കെ പൊന്തിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ദീ കാണുന്ന പ്ലഗ് ഊരി ഒരു 30-35 സെക്കൻഡ് അത് രണ്ടും വേർപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് വീണ്ടും അത് ഒന്നാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% കംപ്ലൈൻറ്റും അതിൽ തീരേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഓൺ ബട്ടണും ഈ സ്റ്റാർട്ട് ബട്ടണും കൂടി രണ്ടും കൂടി ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞാലും വണ്ടി റീസ്റ്റാർട്ട് ആവും. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി എന്നൊക്കെ പറയില്ലേ. പിന്നെ വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു പെട്ടി വണ്ടി കൂടി ഇനി വാങ്ങിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സ്ഥിരം വഴിയിൽ തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം എന്ന ഉറപ്പോടെ രാജേഷ് നെടുവേലി.